ഏകദേശം ഒരു വൈകുന്നേരമായിട്ടുണ്ട്. ഇപ്പോൾ ഞായറാഴ്ച വൈകുന്നേരമാണ്. പുറത്ത് ചെറുങ്ങനെ സ്നോ പെയ്യുന്നുണ്ട്. സ്നോയും മഴയും കൂടെ ചേർന്നാണ് പെയ്യുന്നത്. നല്ല തണുപ്പുണ്ട്. ചായ കുടിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചായയുടെ കൂടെ പഴംപൊരിയാണ്. അപ്പോൾ സാധാരണ പഴംപൊരീൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്നതാണ്. പഴംപൊരി നമ്മൾ എണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന പഴംപൊരി എണ്ണയിൽ മുക്കി പൊരിക്കുന്ന പഴംപൊരിയല്ല, അതിന് പകരം എയർ ഫ്രയറാണ്. അപ്പോൾ നമുക്ക് എയർ ഫ്രയറിൽ എങ്ങനെ പഴംപൊരി പൊരിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ എയർ ഫ്രയറിൽ പഴംപൊരി ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനാവശ്യമായ പഴം റെഡി ആയിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എയർ ഫ്രയർ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിങ്ങനെ ഓരോ പഴവും ഈ മിക്സിൽ മുക്കിയിട്ട് എയർ ഫ്രയറിലേക്ക് വെക്കുകയാണ്. ഓൾറെഡി എയർ ഫ്രയർ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്തു. നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട് 360 ഡിഗ്രിയാണ്. 350 ഡിഗ്രി നമ്മൾ 10 മിനിറ്റ്സ് ആണ് വയ്ക്കുന്നത്. ഓക്കെ, നമ്മളിതിൽ എണ്ണ ഒഴിക്കാറില്ല, അതിന് പകരം സ്പ്രേ ആണ് ചെയ്യുന്നത്. എണ്ണ സ്പ്രേ ചെയ്യാൻ മറന്നുപോയി, ഇപ്പോൾ ഒന്ന് സ്പ്രേ ചെയ്തേക്കാം. നമ്മളപ്പോൾ എണ്ണ ഇതാണ് സ്പ്രേ ചെയ്യുന്നത്. എണ്ണയ്ക്ക് പകരം എണ്ണ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു. 10 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്, 350 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം എത്ര ആയിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഒന്നും സംഭവിച്ചില്ല. ഇത് തിരിച്ചിടേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എണ്ണയൊന്ന് സ്പ്രേ ചെയ്തിട്ട് വീണ്ടും അടച്ചു വയ്ക്കാം. പഴംപൊരി റെഡിയായി നോക്കാം. നമുക്ക് തുറന്ന് നോക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ എയർ ഫ്രയറിൽ പൊരിച്ച പഴംപൊരി, എണ്ണയിൽ മുക്കി പൊരിക്കാതെ എയർ ഫ്രയർ ഉപയോഗിച്ച് ഉണ്ടാക്കിയ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു യൂട്യൂബ് വീഡിയോ കണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. നമുക്ക് പഴംപൊരിയൊക്കെ എണ്ണയിൽ മുക്കി പൊരിച്ചത് കഴിക്കാൻ മടിയുള്ളവർക്ക് എയർ ഫ്രയറിൽ പൊരിച്ച് കഴിക്കാവുന്നതാണ്. ശരിക്കും പഴംപൊരിയുടെ അത് തന്നെ അതേ ടേസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. ഒട്ടും എണ്ണയില്ല, എണ്ണ ജസ്റ്റ് സ്പ്രേ ചെയ്തുള്ളൂ, നിങ്ങൾ കണ്ടാണല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എയർ ഫ്രയർ ഇല്ലാത്തവരൊക്കെ എയർ ഫ്രയർ വാങ്ങി ഇത് ട്രൈ ചെയ്യണം. എയർ ഫ്രൈ കൊണ്ടുള്ള ഇനിയും കുറേ സംഭവങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനിയൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.